സൽക്കർമ്മങ്ങളിലൂടെ കൂടുതൽ പ്രതിഫലങ്ങൾ നേടിയെടുക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ അക്കമിട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിഫലങ്ങൾ സൽക്കർമ്മങ്ങളോട് നേടിയെടുക്കാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കണം? ഇതെല്ലാ സമയത്തും നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മൾ എന്തൊരു സൽക്കർമ്മം ചെയ്യുകയാണ് എങ്കിലും അതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നാണ്. ഒന്ന് ഈമാനാണ്. നമ്മൾ വെറുതെ അങ്ങോട്ട് ചെയ്യല്ല, ഇത് എന്നോട് റബ്ബ് പറഞ്ഞതാണ്, ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇന്ന കാര്യം കിട്ടാനുണ്ട് എന്ന് അടിയുറച്ച് വിശ്വാസത്തോടു കൂടെ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇത്തിബാ ആണ്. ഈമാൻ വരട്ട് കാര്യമില്ല, ചെയ്യുന്നത് എന്തായിരിക്കണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചെന്ന കാര്യമായിരിക്കണം. ഇവന്റെ ഇഷ്ടപ്രകാരം കുറെ ദിക്ർ ചൊല്ലുക, കുറെ അവിടെ അങ്ങനെ ചെയ്യുക, അങ്ങനത്തൊക്കെ നല്ലതല്ലേ എന്ന ഓമന പേരിട്ട് കൊണ്ട് കുറെ ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇസ്ലാം സൽക്കർമ്മം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, അല്ലെങ്കിൽ അവിടുന്ന് ചെയ്ത, അല്ലെങ്കിൽ അവിടുന്ന് കാണിച്ചു തന്ന, അല്ലെങ്കിൽ മൗനാനുവാദമെങ്കിലും നൽകിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം ഇഖ്ലാസാണ്. ഭയങ്കര വിശ്വാസമുണ്ട്, അള്ളാൻ റസൂൽ കാണിച്ചാൽ തന്നെ ചെയ്യണുള്ളൂ, അതിനപ്പുറത്തൊക്കെ ഒന്നും ചെയ്യണില്ല, പക്ഷെ നാട്ടിലെ കാണിക്കാനാണെന്നുണ്ടെങ്കിലോ സ്വർഗം കിട്ടാനല്ലാന്നാണെങ്കിലോ അത് പ്രശ്നമാണ്. അപ്പോൾ ഇഖ്ലാസോട് കൂടെ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഘടകങ്ങളും, ഈമാനും ഇഖ്ലാസും ഇത്തിബാഉം, 3 ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരു കർമ്മം എത്തുമ്പോൾ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ 3 കടമകൾ കടന്നു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം എന്താ? ഒരു മനുഷ്യർക്ക് ഒരു നന്മ ചെയ്താൽ അൽ ഹസനത്തു ബി അശറത്തി അംസാലിഹ, റബ്ബ് 1 നല്ല സ്വീകരിക്കുക. ഒരു നന്മയെ 10 ആയിട്ട് സ്വീകരിക്കുക. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 രൂപ കൊടുത്തുന്നല്ല, 100 രൂപ കൊടുത്തായിട്ട് സ്വീകരിക്കുക. എന്നാൽ അത് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ടും പടച്ച റബ്ബ് വീണ്ടും ഇരട്ടിപ്പിക്കുന്നുണ്ട്. അതിന്റെ മാനദണ്ഡം എന്താ? ഓരോ ആളുകളുടെയും ഇഖ്ലാസിന്റെ പവർ അനുസരിച്ച് അതിനെ വർദ്ധിപ്പിക്കും. ഓരോ ആളുകളും എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ കണിശതയോടുകൂടെയാണ് ആ കർമ്മങ്ങൾ ചെയ്തതെന്ന് നോക്കിയിട്ട് ആ കർമ്മത്തിന് പ്രതിഫലം ഇങ്ങനെ ഏറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ എത്രത്തോളം വിശ്വാസത്തോടു കൂടെയാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ ഈ പറയപ്പെട്ട 3 പോയിന്റിന്റെയും ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും ഇത്തിബാഇന്റെയും ഏറ്റ വ്യത്യാസത്തിനനുസരിച്ച് 10 അത് പുറത്തേക്ക് എത്തുന്നതാണ്. പിന്നെ റഹ്മാനായ റബ്ബ് കയ്യും കണക്കുമില്ലാതൊക്കെ പ്രതിഫലം കൊടുക്കുമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, പരമാവധി നാം എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഈ കർമ്മങ്ങൾ കെട്ടിപ്പൊക്കുന്നതിന് അടിത്തറ ഉണ്ട്. അതേതാണ്? അത് വിശ്വാസമാണ്. ആരുടെ വിശ്വാസം? നമ്മളെന്ന നാട്ടിലേക്ക് നോക്കുന്ന സമയത്ത് മുസ്ലിമാണെന്ന് പറഞ്ഞ് പല തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. എല്ലാം വിശ്വാസമല്ല, പലതും വിശ്വാസ വ്യതിയാനങ്ങളാണ്. അത് അള്ളാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്ടം പോലെ വിഭാഗങ്ങളായിക്കൊണ്ട് മാറുന്ന അള്ളാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ? നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമാണ്. ഒരു കാര്യം ചെയ്യണ്ടോ, അത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണോ ചെയ്തത്, അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ഇങ്ങനെയാണോ ആ കാര്യം മനസ്സിലാക്കിയത്, അതാണ് നമ്മുടെ മാനദണ്ഡം. നാട്ടുകാരിഞ്ഞ് എന്തെല്ലോ തരത്തിൽ ചെയ്യണം, അതൊന്നല്ല ഇവിടെ നോക്കാള്. ഭൂരിപക്ഷം എങ്ങനെയാണെന്നല്ല നമുക്ക് കാണില്ല. അള്ളാൻ റസൂലും സ്വഹാബാക്കളും നമുക്ക് എന്താ പറഞ്ഞെന്ന് നോക്കുക. അത് വളരെ വ്യക്തമാണ് സുഹൃത്തുക്കളെ. ശരിക്കൊന്ന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. അതുകൊണ്ട് എന്താ അറിയോ, ശരിക്കും നമ്മൾ ആലോചിക്കണം, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പിഴച്ചിട്ടില്ല എന്ന് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് ഒരു അമല് പോലും പടച്ചും സ്വീകരിക്കുള്ളൂ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപോലെ പറഞ്ഞൊരു വാക്കെന്താ അറിയോ? അഹ്ലുസ് സുന്ന ഇൻ ഖഅദത് ബിഹിം അഅമാലുഹും ഖാമത് ബിഹിം അഖായിദുഹും. അഥവാ ശരിയാവണ്ണമുള്ള സുന്നത്തിന്റെ ആളുകൾ, അള്ളാന്റെ റസൂല് പറഞ്ഞെന്ന് അതേപോലെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾ ഒരല്പം കുറവാണെങ്കിലും അവരുടെ വിശ്വാസം കൊണ്ട് എന്താക്കും? അവർ ഉന്നതിയിലെത്തുന്നതാണ്. എന്നാൽ എന്ന ബിദ്അത്തിന്റെ കക്ഷികളോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ബേസേ ഇല്ല, അവർക്ക് തോന്നിയ പോലെയാണ് ചെയ്യുന്നതെങ്കിലോ ഇൻ കസുറത്ത് അഅമാലുഹും ഖഅദത് ബിഹിം അഖായിദുഹും, അവർക്ക് എത്ര കർമ്മങ്ങൾ കൂടുതലുണ്ടെങ്കിലും അവരുടെ വിശ്വാസം അവർ പിന്നിലേക്കാക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്യുന്നത് എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. മറ്റൊന്നെന്നറിയോ, കൂടുതൽ നമുക്ക് കൂലി കിട്ടുന്ന മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു കാര്യം ചെയ്യുക വഴി മുസ്ലിം ഉമ്മത്തിന് അതുകൊണ്ട് നേട്ടമുണ്ടെങ്കിൽ അതിന് കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ്. ഇപ്പൊ നമ്മൾ സ്വതക്കത്ത് ജാരിയുടെ വിഷയം നമ്മൾ വളരെ ഗൗരവം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഒരു പള്ളി കയറ്റുക, ഒരു മദ്രസ ഉണ്ടാക്കുക, ഒരു ദീനി സ്ഥാപനം ഉണ്ടാക്കുക, അതൊക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് കണക്കാക്കാൻ കഴിയാത്ത പ്രതിഫലമായിരിക്കും നമുക്ക് എത്തി. ഇൻഷാ അല്ലാഹ് റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഒരു പള്ളി വന്നു, ഇപ്പൊ ഇവിടെ ഒരു പള്ളി ഉണ്ടായി. ഈ പള്ളി ഇവിടെ വന്നത് കൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ ഈ സമയത്തോട് ഖുത്ബ കേൾക്കാൻ വന്നത്, അല്ലേ?
ഒരു പള്ളി ഒരു നാട്ടിൽ വരുമ്പോൾ സുഹൃത്തുക്കൾ, അതിലൂടെ എത്ര ആളുകൾക്ക് അള്ളാന്റെ ദീനെത്തും, എത്ര മനുഷ്യന്മാർ നരകത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്നും ആചാരത്തിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും സ്വഭാവ വ്യതിയാനങ്ങളിൽ നിന്നൊക്കെ പള്ളി കാരണം രക്ഷപ്പെട്ട എത്ര മനുഷ്യന്മാരുണ്ട് അല്ലേ? അപ്പൊ അതിനൊക്കെ ആ നിലക്ക് നമ്മൾ ആ പള്ളി കയറ്റാനും അതിന്റെ നടത്തിപ്പിനും അതിലേക്കൊക്കെ വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലോ ഒരിക്കലും കണക്കാക്കാൻ കഴിയാത്ത അത്ര വലിയ പ്രതിഫലം നമ്മൾ തേടിയെത്തുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ഡിതന്മാർ പറയാണ്, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വളർച്ച ഉണ്ടാകുന്ന മേഖലയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ കഴിയും തന്നെയാണ് അല്ലെ? ഒരു മതപഠനം നടത്തിയ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആ മതസ്ഥാപനത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അതിൽ പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാർ പിന്നീട് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുമ്പോൾ, തിന്മയിൽ നിന്നും അവരെ ശ്രദ്ധിക്കുമ്പോൾ, രക്ഷപ്പെടുത്തുമ്പോൾ അതിന്റെ ഒക്കെ ഒരു കൂലി നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് അത്തരം ഏരിയകളിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകണം എന്നാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ ഒരു കാര്യം, നമുക്ക് പ്രതിഫലം കൂടുതൽ കിട്ടുന്ന മറ്റൊരു അവസരം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൂടെ പ്രചോദനമാകുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്തു വെക്കാന്നാണ്. ശ്രദ്ധിക്കണം, മറ്റുള്ളവർക്ക് കൂടെ പ്രചോദനമാകുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇത് ചെറിയൊരു നെയ്യത്തുണ്ടായാൽ മതി. ഇപ്പൊ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരാൾ വന്നൊരു സഹായത്തിന് വേണ്ടി വരികയാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പൊ നബിന്റെ അടുത്തൊന്നുമില്ല, അതിനെ ആരെങ്കിലും കൊടുത്തിട്ട് വേണം. അപ്പൊ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ആദ്യം എന്താക്കി, ഇത് കേട്ട ഉടനെ അതിന്റെ അടുത്തുള്ള കുറച്ച് ഈത്തപ്പഴം ഇങ്ങനെ 2 കയ്യിലിട്ട് കൊണ്ടേ കൊടുത്തു. ഇത് കണ്ടപ്പോ എന്തായി, അതിന് അദ്ദേഹത്തെക്കാൾ കഴിവുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. അവർ ബാക്കിയുള്ള കുറെ സംഗതികളായിട്ട് ഇദ്ദേഹത്തിനോട് ചോദ്യം കൊടുക്കുകയാണ്. അപ്പൊ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു തത്വമുണ്ട്, ഒരു തിയറി ഉണ്ട്. എന്താ അറിയോ, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു നന്മയിലേക്ക് വഴി കാണിച്ചാൽ പിന്നീട് ആ നന്മ ചെയ്യുന്നവന്റെ ഒക്കെ കൂലി ആരും ഉണ്ടായി, ആദ്യം കാണിച്ചും കൊണ്ടുപോയിന്നാണ്. അത് വലിയൊരു തത്വമാണ് സുഹൃത്തുക്കളെ, നമ്മൾ തുടക്കക്കാരനാകാനാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതൂബാ ലിമൻ ജഅലഹു അല്ലാഹു മിഫ്താഅൻ ലിൽ ഖൈരി വമിഗ്ലാഖൻ ലിശ്ശർർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ താക്കോലുകളാകാൻ ഭാഗ്യം ലഭിക്കുന്നവർക്ക്, പിന്നെന്താ, ഭാഗ്യം കൊടുത്ത ആളുകൾക്ക് വിജയമുണ്ട്, മംഗളുണ്ട്. ചില ആളുകൾ ചില നന്മകൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവും, പിന്നെ അവർക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ച സംഭവമായിരിക്കും പിന്നീട് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടാകുക. ആളുകൾ അത് വലിയൊരു സംഭവമാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇതൊന്നും ആ സാധു അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ നന്മയും ഞാൻ ആദ്യം ആ നന്മയിൽ എത്തുമെന്നൊരു ചിന്തയും ഒരു പ്രതിജ്ഞ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലോ അത് ഭയങ്കരമായ നേട്ടം നമുക്ക് നേടിക്കാൻ പറ്റുന്നതാണ്. എന്നെ കണ്ടിട്ട് ആളുകൾ നന്മകൾ ചെയ്യട്ടെ എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാന്നുള്ളതല്ല, ആളുകൾക്കൊരു മാതൃകയായിക്കൂടെ നമ്മൾ മാറുമ്പോൾ അവിടെ പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്കാണ് കൂലി. ഇവിടെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ പിന്നെ വേറെ ഒരാൾ ഇതേപോലെ വരികയാണ്. അഥവാ പിന്നെ ഒരു യാത്രക്കിടയിൽ മൃഗം ചത്തു. അവരുടെ വാഹനം എന്ന് പറഞ്ഞ മൃഗമാണല്ലോ, അത് ചത്തു. അപ്പോ പിന്നെ ഒരു ആൾ വന്നിട്ട് റസൂലിനെ ചോദിക്കേണ്ട, ഒരു വാഹനമൃഗം കിട്ടുമോ ചോദിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തും വേറെ ഒന്നും കൊടുക്കല്ല, കൂടെ ഉണ്ടായിരുന്ന അടുത്ത് വേറെ ഒന്നും കൊടുക്കുക. 2 സാധുക്കളാണ്. അപ്പൊ കൂടുതലുള്ള ആള് എന്ത് പറഞ്ഞറിയോ, പ്രവാചകൻ എനിക്കറിയാം ഒരാളെ, മൂപ്പരത്ത് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്ന ഒരാള് എനിക്കറിയാം, ഞാൻ അറിയിച്ചു കൊടുക്കട്ടെ ചോദിച്ചു. ഈ അറിയിച്ചു കൊടുത്തോന്ന് പറഞ്ഞു. അദ്ദേഹം പോയി അറിയിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നീ കാരണം മറ്റേ ആൾ ചെയ്ത നന്മക്ക് കൂടെയുള്ള പ്രതിഫലം നിനക്ക് കിട്ടുന്നതാണ്. അദ്ദേഹം എന്തെങ്കിലും കൊടുത്തോ? അദ്ദേഹം ഒരു വാഹനം വാങ്ങി കൊടുത്തോ? ഇല്ല. പക്ഷെ വാഹനം വാങ്ങി കൊടുക്കാൻ കഴിവുള്ള ഒരാളിലേക്ക് അദ്ദേഹം വഴിയാണ് എത്തിയത്. അപ്പൊ നമ്മൾ മുഖേന എന്തെല്ലാം നന്മകൾ ഇവിടെ വരുന്നോ അതിന്റെ എല്ലാം കൂടി നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരു ഉദാഹരണം ചെറിയ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കടം കയറി നല്ല സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ അടുത്ത് വന്നു കൂട്ടാം. അദ്ദേഹത്തിന് സങ്കടം കേട്ടപ്പോൾ നമുക്ക് നല്ല സഹായിക്കണം, നല്ല പൂജയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളടുത്ത് ഒന്നുമില്ല കൊടുക്കാൻ. നമ്മളടുത്ത് ആ ഒരു 1000 ഉറുപ്പിക കൂട്ടുക. പക്ഷെ നമ്മളടുത്ത് ഒരാളുണ്ട്, നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട്, മൂപ്പര് ഈ സംഗതി അറിഞ്ഞാൽ എന്താവും, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു കൂട്ടുക. അപ്പൊ നമ്മൾ എന്താക്കി, അദ്ദേഹത്തെ വിളിച്ചോടെ അങ്ങനെ സംഭവം ഉണ്ട്, ഇതൊന്ന് കൈ വെക്കുകയാണെങ്കിൽ ഉഷാറായി, അദ്ദേഹത്തിന്റെ കാര്യം നടന്നു കിട്ടും. മൂപ്പർക്ക് അതൊരു വിഷയമല്ല, ശരി എന്ന് പറഞ്ഞു. അദ്ദേഹം 1 ലക്ഷം ഉറുപ്പിക എടുത്ത് കൊടുത്തു കൂട്ടുക. ഇദ്ദേഹത്തിന് 1 ലക്ഷം ഉറുപ്പിക കൊടുത്തു കൂട്ടുക. നമ്മളൊന്നും ചിലപ്പോൾ 1 ലക്ഷം ചിലപ്പോൾ കണിയാനിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ എന്താ അറിയോ, അദ്ദേഹം കൊടുത്ത 1 ലക്ഷം ഉറുപ്പിക അദ്ദേഹത്തിന് 1 ലക്ഷത്തിന്റെ സ്വതക്ക് മാത്രമല്ല, ഞാൻ കാരണമാണ് നന്മ അദ്ദേഹത്തിലേക്ക് എത്തിയതെന്നുള്ളതുകൊണ്ട് 10 പൈസ ചെലവാക്കാതെ നമ്മുടെ അക്കൗണ്ടിലേക്കും അള്ളാന്റെ മാർഗത്തിൽ 1 ലക്ഷം ഉറുപ്പിക നമ്മൾ ചെലവാക്കിയത് കൂലി കിട്ടുന്നതാണ്. ഇത് ഇസ്ലാമിന്റെ വല്ലാത്തൊരു തത്വമാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ മനസ്സിലേക്ക് നമ്മൾ കയറ്റി വെക്കും, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു നെയ്യത്ത് ഉണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല വാരി കോരി തെലുകുന്ന ഈ സംഗതികളൊക്കെ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആയുസ് അവസാനിക്കുന്നതിന് മുൻപ് ഒരുപാട് നന്മകൾ ചെയ്തു വെക്കാനുള്ള തൗഫീഖ് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്നെന്താ അറിയുമ്പോൾ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ നീക്കാൻ വേണ്ടി നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലമാണ്. പ്രയാസപ്പെടുന്ന ഒരുത്തനെ അവനക്ക് ആശ്വാസം നൽകുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് വമ്പം പ്രതിഫലം കിട്ടുക.
ഇത് കുട്ടികൾക്കൊക്കെ അറിഞ്ഞ ചരിത്രമാണ്, നമ്മളൊക്കെ കേട്ടുപോയ സംഗതി. എന്താ, ഒരു നായ ദാഹിച്ച് വലഞ്ഞ നായ്ക്ക് ഒരു മനുഷ്യൻ വെള്ളം കൊടുത്തിട്ട് സ്വർഗത്ത് പോയ കഥകൾ കേട്ടിട്ടില്ലേ അല്ലേ? എന്താ ഉണ്ടായത്? അദ്ദേഹം നല്ല ദാഹിച്ചു പറഞ്ഞ് അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കിട്ടി. പിന്നെ മൂപ്പര് ഇങ്ങനെ പോണ സമയത്ത് കണ്ടിരിക്കണ ഒരു നായ ഇങ്ങനെ അതേ വെയിലിങ്ങനെ കൊണ്ട് പിന്നെ ദാഹിച്ചിട്ട് ഇങ്ങനെ നാവ് പിന്നെ താഴ്ത്തിക്കിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക. അപ്പൊ അദ്ദേഹം എന്താക്കി, ഒരു കിണറ്റിലേക്ക് ഇറങ്ങി ചെന്ന് അദ്ദേഹത്തിന്റെ ഷൂസിൽ വെള്ളമൊക്കെ എടുത്തിട്ട് അതിന് കൊടുത്തു എന്നാണ്. ഒറ്റ നന്മ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് പൊതുവെ നന്മകളൊക്കെ കുറവുള്ള മനുഷ്യനാണ്. പക്ഷെ ആ ഒരു നന്മ, ഏതാ നന്മ? പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനും കൂടിയല്ല, ഒരു ജീവിയെ സഹായിച്ചു എന്നതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഫശക്കറല്ലാഹു ലഹു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് നന്ദി കാണിച്ചു. ആ പ്രയോഗം നോക്കി നിങ്ങള്. അള്ളാഹു ആ മനുഷ്യനിക്ക് നന്ദി കാണിച്ചു. അള്ളാന്റെ നന്ദി എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഫദഖലൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തിയതാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, മറ്റുള്ളവർ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ താങ്ങാകുക, തണലാകുക എന്ന് പറഞ്ഞ ഭയങ്കരമായ കൂലിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ യത്തീം കുട്ടികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു, പ്രവാചകൻ തന്റെ വിരലിങ്ങടെ അടുപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനും യത്തീം കുട്ടികളെ സഹായിക്കുന്ന ഒരു മനുഷ്യനും ഇങ്ങനെയാണ് സ്വർഗത്തിലേന്ന്. വിധവകളെ പിന്നെ സഹായിക്കുന്ന ആളുകളുണ്ടോ? വല്ലാത്ത കൂലിയാണ്. രോഗികളെ സഹായിക്കാൻ നമുക്ക് പറ്റുമോ? സഹോദര, വല്ലാത്ത കൂലിയാണ്. നിങ്ങൾ വെറുതെ ആലോചിക്കുകയും രോഗിയായി കിടക്കുന്ന സമയത്ത് നമ്മളോട് പോയിട്ടൊന്ന് സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? അതിന് കിട്ടുന്ന കൂലി എത്രയാണ്? 70,000 മലക്കുകളാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അസറിന് സന്ദർശിച്ചാൽ പിറ്റേസം സുബഹി ആകണ വരെ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിനെന്തെങ്കിലും കൊടുത്താലോ? ആ സാധനം നമ്മളെന്തെങ്കിലും സ്വതം കൊടുത്താലോ? അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഹോസ്പിറ്റലിൽ പോയി നിൽക്കേണ്ടി വന്നാലോ? അതോ പറഞ്ഞു കൊയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം സുഹൃത്തുക്കൾ അതുകൊണ്ടൊക്കെ കിട്ടും. കടം വീട്ടുക. നമുക്ക് നമ്മളിന്നൊരാൾ കടം വാങ്ങി, അദ്ദേഹത്തിന് തിരിച്ചൊരു വകുപ്പില്ല. നമുക്ക് ഇനിയിപ്പോൾ ആ കടം തിരിച്ചു തന്നിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ലാതൊരു ഘട്ടത്തിലാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഇനി വേണ്ടടാ എന്ന് പറഞ്ഞാലോ, അത്രയും എത്ര എമൗണ്ട് ആണ് നമ്മൾ വിട്ടുകൊടുത്തത്, അത്രയും രൂപ നമ്മൾ ഓരോ ദിവസവും അള്ളാന്റെ മാർഗത്തിൽ സ്വതക്കേത് കൂലി ഇങ്ങനെ കിട്ടുന്നു. ഒരു 1000 റുപ്യ നമ്മളെന്ന് ഒരാൾ കടം വാങ്ങി, മൂപ്പർക്ക് തിരിച്ചു തരാൻ വഹിക്കണില്ല. 10,000 റുപ്യ കടം വാങ്ങി, മൂപ്പർക്ക് എങ്ങനെ തിരിട്ട് തരട്ടും? മൂപ്പർക്ക് തിരിച്ചു തരാൻ വകുപ്പില്ല. നമുക്ക് ഇനിയിപ്പോ 10,000 കിട്ടിയോണ്ട് ഒന്നും നമ്മളെ വലിയ കാര്യം നടക്കാനും പോകില്ലെന്ന് വിട്ടു. ശരി, വിട്ടു. എത്ര പൈസ ഞാൻ പലതിനും ചെലവാക്കിക്കണു, ആ 10,000 വേണ്ട വെച്ചോ അല്ലേ? അതുകൊണ്ട് ഒഴിവാക്കി. സുഹൃത്തുക്കളെ, പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെയും ഡെയിലി 10,000 റുപ്യ മരിക്കോളം കൂലി കിട്ടുന്നതാണ്. നിങ്ങൾ ആലോചിക്കൊക്കെ എത്രയാണ് പടച്ചറബ് നമുക്ക് നൽകുന്ന അവസരങ്ങൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണുകൾ തുറക്കണം. വെറുതെ അല്ല അല്ലാഹു റസൂൽ പറഞ്ഞത്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആലോചിച്ച് കഴിഞ്ഞാല് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ആളുകൾ എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്നെന്നറിയോ? നല്ല രൂപത്തിൽ ഇസ്ലാമിനെ പ്രാവർത്തികമാക്കുന്ന മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു റസൂൽ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമുഹു, ഒരാൾ തന്റെ ഇസ്ലാമിനെ നന്നാക്കി, അപ്പോഴോ ഫകുല്ലു ഹസനത്തിൻ യഅമലുഹാ തുക്തബു ലഹു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളിഅഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ചെയ്യുന്ന ഏത് നന്മയും ഏറ്റവും ചുരുങ്ങിയത് 10, അവിടെ നിന്ന് അങ്ങോട്ട് 700 ഇരട്ടി വരെ പടച്ചുറപ്പ് എന്താക്കും അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ എന്താണ് ഇപ്പൊ ഇസ്ലാമിനെ നന്നാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ ഇസ്ലാമിനെ നന്നാക്കുക പറഞ്ഞാൽ? ഒന്നുമില്ല, ഇസ്ലാമികപരമായി കൊണ്ടുള്ള ജീവിതം നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ അഖീദ നന്നാക്കുക, വിശ്വാസം നന്നാക്കുക, സ്വഭാവം നന്നാക്കുക, കർമ്മം നന്നാക്കുക അല്ലെ? എല്ലാവരോടും നല്ല പെരുമാറ്റം, എല്ലാവരോടും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ നിൽക്കുന്നു. പിന്നെ കെട്ടിയ പെണ്ണിനോടാകട്ടെ, മക്കളോടാകട്ടെ, മാതാപിതാക്കളോടാകട്ടെ, സഹപ്രവർത്തകരോടാകട്ടെ, സഹപാഠികളോടാകട്ടെ, എല്ലാവരോടും ഇസ്ലാം എങ്ങനെയാണോ പെരുമാറാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ ജീവിക്കുക അല്ലെ? ഒരു തെറ്റും ചെയ്യാതിരിക്കുക. ഇനി എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തൗബ ചെയ്യുക, നന്മകൾ ധാരാളമായി കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇസ്ലാമിനെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ജീവിതക്രമം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫ് പാറ്റേൺ, നമ്മുടെ ജീവിതത്തിന്റെ ക്രമം ആ രൂപത്തിലാണ് എങ്കിൽ പിന്നെ മറ്റുള്ളവർ നിർവഹിക്കണ കൂലിയല്ല നമുക്ക് കിട്ടുക. നമ്മൾ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10, അവിടെ നിന്ന് അങ്ങോട്ട് 700 ഇരട്ടി വരെ അതിന് കൂലി കിട്ടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ നാം എത്രത്തോളം ഇസ്ലാമികവൽക്കരിക്കാൻ നമുക്ക് കഴിയുന്നുവോ, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുവോ, പിന്നെ ആ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലങ്ങൾ കിട്ടുമെന്ന സന്തോഷം നമുക്കുണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന്, നല്ല സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക എന്നുള്ളതാണ്. നല്ല സമ്പത്തും ചെലവഴിക്കണം. പല നിലക്ക് ആളുകളെ പറ്റിച്ചുണ്ടാക്കിയിട്ടും കുറെ സമ്പത്ത് ഉണ്ടാക്കി, എന്നിട്ട് അതിന് വള്ളി വെച്ച് കൊടുത്താൽ അതൊന്നുമില്ല, കിട്ടാനൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്തുൽ മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ഉപമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കമസലി ഹബ്ബ, ഒരു ധാന്യത്തോടാണ് ഉപമിച്ചത്. ആ ധാന്യത്തിന്റെ പ്രത്യേകത എന്താ? ഒരു ധാന്യം 7 കതിരുകളെ മുളപ്പിച്ചു. ശരിക്കും ശ്രദ്ധിക്കണം, ഒരു വിത്തിൽ നിന്ന് 7 കതിരുകൾ വരുന്നു.
7 കതിരിലും ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, അതിൽ നിന്നും വീണ്ടും ഓരോ കതിരുകളും എന്താ 100 ധാന്യങ്ങൾ വീണ്ടും മുളപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പൊ എത്ര വന്നു ആലോചിക്കുക നിങ്ങൾ, എത്രയാണ് കിട്ടുന്ന ആലോചിക്കുക. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ എന്ത് വേണം? ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവനാണ്, അല്ലാഹ് നല്ലതല്ലാതെ ഒന്നും സ്വീകരിക്കൂല എന്നാണ്. അപ്പൊ നല്ല മാർഗത്തിൽ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ എന്താക്കേണ്ടത്, സ്വതക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമ്പാദ്യം നല്ല നിലക്കാണ് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന് പറഞ്ഞത്, കൂടുതൽ കൂലി കിട്ടുന്നത് പ്രത്യേകം ഷറഫാക്കപ്പെട്ട ചില സന്ദർഭങ്ങളിലും ചില സ്ഥലങ്ങളിലും നിർവഹിക്കുമ്പോൾ കൂടുതൽ കൂലി കിട്ടുന്നതാണ്. ഇപ്പൊ റമദാൻ മാസം സാധാരണ മാസങ്ങളെ പോലെയല്ല, അതിൽ നമ്മൾ നിർവഹിക്കുന്ന പ്രതിഫലത്തിന് എന്തുണ്ട്, പിന്നെ കർമ്മങ്ങൾക്ക് എന്തുണ്ട്, കൂടുതൽ പ്രതിഫലങ്ങളുണ്ട്. ദുൽഹിജ്ജ ഇൻഷാ അല്ലാഹ് വരാൻ പോവുകയാണ്, 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ. ബാക്കിയുള്ള ദിവസങ്ങളെ പോലെയല്ല, കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന, എന്ത് ചെയ്താലും കൂടുതൽ പ്രതിഫലം കിട്ടും. അതേപോലെ തന്നെ പവിത്രമാക്കപ്പെട്ട മാസങ്ങളുണ്ട്, ആ മാസങ്ങൾ വരുമ്പോൾ നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടും. അതേപോലെ തന്നെ സുഹൃത്ത് ചില പ്രത്യേക സ്ഥലങ്ങൾ പറഞ്ഞില്ല. ഇപ്പൊ മസ്ജിദുൽ ഹറമിൽ പോയി നിസ്കരിക്കുമ്പോൾ ഇവിടെ നിസ്കരിച്ചു പറയണം, അല്ല അവിടത്തും 1 ലക്ഷമാണ് ഒരു വക്തിന് കിട്ടുക. 1 ലക്ഷം അല്ലെ അല്ലേ? മസ്ജിദ് നബവി പോകുമ്പോഴോ 1000 റക്അത്തിന്റെ കൂലിയാണ്. മസ്ജിദുൽ അഖ്സയിലേക്ക് 500 ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ സ്ഥലങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട സംഗതികളുണ്ട്. അതും നാം ആ നിലക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കൽ. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തി നമ്മുടെ ഒരു മനസ്സ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റാവുന്ന ഒരുപാട് ഓപ്ഷനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തണം. സുഹൃത്തുക്കളെ, മറ്റൊരു സാഹചര്യം അഥവാ പ്രതിഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്ന മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്ന സമയത്ത് നാം നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ഉണ്ടെന്നാണ്. അപ്പോ തെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരികയാണ്. തെറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അവൻ്റെ മുമ്പിലുണ്ട്. അവനിപ്പോൾ ആരും കാണൂല. അവനിപ്പോൾ സെർച്ച് ചെയ്തതും അവനിപ്പോൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസും മറ്റു ലിങ്കും ഒന്നും ആരും കാണൂല. സേഫ് ആൻഡ് സെക്യൂർലി ചെയ്യാൻ പറ്റും. പക്ഷെ അവൻ വിട്ടു നിൽക്കുകയാണ്. അതൊരു സൽക്കർമ്മമാണെന്നാണ്. അതിന് ഉന്നതമായ പ്രതിഫലം കിട്ടുന്നതാണ്. ഇപ്പൊ ഫിത്തനകൾ ഇപ്പോ ഒരിടത്ത് ആരും നിസ്കാരത്തെ ഗൗനിക്കണില്ല എന്ന് കുട്ടിക്കോളി. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ഏരിയയില്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയയിലോ ഹോസ്റ്റലോ മറ്റൊക്കെ ആണെന്ന് കുട്ടിക്കോ, അവിടെ ആരും നിസ്കാരമല്ലോ നോമ്പിൽ ഒന്നുമില്ല എന്ന് കുട്ടിക്കോ, നമ്മളതൊക്കെ നിർവഹിക്കണമെങ്കിലോ ബാക്കിയുള്ള നോമ്പ് കൂലി നമുക്ക് കിട്ടുക, ബാക്കിയുള്ളവർ നിസ്കരിക്കുന്ന നിസ്കാരം നമുക്ക് കിട്ടുക, ആ കൂലി നമുക്ക് കിട്ടുക. നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ പ്രതിഫലം കിട്ടും. കാരണം എന്താ? നമ്മുടെ സാഹചര്യം തീർത്തും പ്രതികൂലമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതികൂലമായ സാഹചര്യത്തിൽ നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലം ഉണ്ട്. ഇപ്പോ ചെറിയൊരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശക്തമായ തണുപ്പുള്ള സമയത്തും വുളൂഅ് പൂർണ്ണമായി കൊണ്ടെടുക്കുകയാണ് എങ്കിൽ അവനക്ക് വമ്പിച്ച കൂലി ഉണ്ടെന്നാണ്. കാരണം എന്താ? വാക്കുകൾ കൊടുക്കുന്ന പോലെയല്ല, കൊടുക്കുമ്പോൾ കുറച്ച് അവന് അനുഭവിക്കേണ്ട പ്രയാസങ്ങളുണ്ടോ അവിടെ റഹ്മാനായ റബ്ബ് പ്രതിഫലം ഏറ്റി തരുന്നു എന്നൊരു സംഗതി കൂടെ നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം. മറ്റൊന്ന് സുഹൃത്തുക്കളെ, മനസ്സാന്നിധ്യത്തോടു കൂടെ കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതാണ്. കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യണ്ടേ ഓട്ടോമാറ്റിക്കലായിട്ട്. പള്ളിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, പള്ളിക്ക് പോകണ്ട്, എന്തൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ മനസാന്നിധ്യമില്ലെങ്കിലോ അത് പ്രശ്നമാണ്. അപ്പൊ എത്രത്തോളം മനസാന്നിധ്യത്തോടു കൂടെ നമുക്കൊരു കാര്യം നിർവഹിക്കാൻ കഴിയുമോ അപ്പൊ നമുക്ക് പ്രതിഫലം കൂടും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരേ സൊഫിൽ നിന്ന് നിസ്കരിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞു, ഒരേ വക്കത്തിന് അവർ വന്നത്, ഒരേ പള്ളിയിലാണ് നിസ്കരിച്ചത്, ഒരേ ഇമാമിന്റെ കീഴിലൊക്കെ ശരിയാ. പക്ഷെ തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ലാതെ. ഇതിൽ നിസ്കാരത്തിന്റെ പിന്നെ 10 കിട്ടിയവരുണ്ട്, 1% കിട്ടിയവരുണ്ട്, അല്ലേ, പകുതി കിട്ടിയവരുണ്ട്, ഫുള്ള് കിട്ടിയവരുണ്ട്. ഇങ്ങനെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ അതുണ്ടാകുക? എന്തുകൊണ്ടാണ്? അവനവന്റെ മനസാന്നിധ്യം ഖുശൂഉം എന്താണ് ചെയ്യുന്നത് എന്നൊരു ബോധത്തോടു കൂടെ ചെയ്യാന്നുള്ളതാണ്. നിസ്കാരം മാത്രമല്ല, ഏത് കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. ഏത് കർമ്മങ്ങളും സുഹൃത്തുക്കളെ ചെയ്യുമ്പോൾ ഒരു മനസ്സ് അതിന് കൊടുക്കുക. അത് ഏത് കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യങ്ങൾക്കും അങ്ങനെ തന്നെ എന്താക്കണം, ഒരു ഓട്ടോമാറ്റിക്കലി ആയിട്ട് ചെയ്യുന്നതല്ല, മറിച്ച് ഒരു പ്രതിഫലത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് അവസാനത്തെ എന്താ വെച്ച് കഴിഞ്ഞാല് കർമ്മങ്ങൾ പരമാവധി രഹസ്യമാക്കുക എന്നുള്ളതാണ്. രഹസ്യമായ കർമ്മങ്ങൾക്ക് പരസ്യമായ കർമ്മത്തെക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ്. ഒരാള് സ്വതക്കം കൊടുത്തു, ഞാൻ കഴിഞ്ഞ കുത്തുബിൽ സൂചിപ്പിച്ചില്ലേ അല്ലേ, ഒരാൾ സ്വതക്കം കൊടുത്തു, വലത് കൈ കൊടുത്ത് ഇടത് കൈ അറിഞ്ഞില്ല, അത്ര രഹസ്യമായിട്ടാണ് എന്താക്കിയ നന്മ ചെയ്തു. എന്തിനാ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക? പടച്ചോൻ ഒരുക്കി വെച്ച സ്വർഗം കിനാവ് കണ്ടതുകൊണ്ട് മാത്രമാണ്. അല്ലാത്തൊരു കുട്ടിക്കാണ് ചെയ്യാൻ പറ്റില്ല.
അല്ലേ? അല്ലാത്തൊരു കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അർശിന്റെ തണല കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അർശിന്റെ തണൽ. പണ്ഡിതന്മാര് പറയേണ്ടത് നിങ്ങളടുത്തൊരു തെറ്റ് വന്നാൽ നിങ്ങൾ എങ്ങനെ മൂടിവെക്കൂലേ? ഒരു തെറ്റ് വന്നാൽ നിങ്ങൾ മൂടിവെക്കൂലേ? അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നന്മകൾ മൂടി വെക്കാൻ വേണ്ടി പരിശ്രമിക്കാന്നാണ്. ബോധപൂർവം നമ്മൾ ഒരാളെയും നാം ചെയ്തു വെച്ച കർമ്മങ്ങൾ അറിയിക്കുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് പോകാതിരുന്നാൽ പരമാവധി നമുക്ക് ചെയ്തു വെച്ച കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുമെന്നാണ് അതിന്റെ അർത്ഥം. പരസ്യമായിട്ട് ഒന്നും ചെയ്യേണ്ടതൊന്നുമല്ല. ഞാൻ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നിസ്കരിച്ച് 4 ആൾ കാണുകയാണെങ്കിൽ ഞാൻ നിസ്കാരത്തില്ല, അത് ശരിയല്ല. അവൻ ചെയ്യാനുള്ളത് ചെയ്യുക, അതിന് നാട്ടുകാർ കണ്ടാലും കണ്ടില്ലെങ്കിലും എന്താക്കുക ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ തഹജ്ജുദിന്റെ സമയത്ത് ആരും കാണാലോ. എന്തിനാ കുറെ കൂടുതൽ പ്രതിഫലം തന്നത്? എന്തിനാ കുറെ കൂടുതൽ പ്രതിഫലം തഹജ്ജുദിന് തന്നത്? ആരും കാണൂല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ തഹജ്ജുദിനൊക്കെ എണീറ്റ് കുറച്ചേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് അത്രയും വിശുദ്ധമായിരിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട മാർഗങ്ങളിലൂടെ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഒരല്പം കൂടുതൽ ഇൻഷാ അല്ലാഹ് പിന്നെ കർമ്മങ്ങൾ ചെയ്തു വെക്കാനുള്ള തൗഫീക്ക് നമുക്ക് കഴിയണം. അവസരങ്ങൾ എമ്പാടുമുണ്ട്. അതെല്ലാവരും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എന്നോട് അന്ന പോലെ സൂചിപ്പിക്കുവാനുള്ളത്.